ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് 2025 മാർച്ച് മാസത്തെ ആനുകാലിക വിവരങ്ങൾ നോക്കാം. നമുക്കറിയാം, ഇനി ഏതൊരു PSC എക്സാം ആണെങ്കിലും കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അപ്പം ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2024 ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ ആരാണ്? 2024 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഹിന്ദി സാഹിത്യകാരനാരാണ്? വിനോദ് ശുക്ലയാണ്. ആരാണ്? വിനോദ് കുമാർ ശുക്ല. അടുത്ത ചോദ്യം, 2025 മാർച്ച് 28 ഭൂകമ്പം ഉണ്ടായ രാജ്യങ്ങൾ ഏതെല്ലാമാണ്? മ്യാൻമാർ, തായ്ലൻഡ്. അടുത്ത ചോദ്യം, ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഓപ്പറേഷൻ ബ്രഹ്മ ഇന്ത്യ മ്യാൻമാറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ഭൂകമ്പം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി നടക്കുന്ന ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ്. ആരാണ്? ക്രിസ്റ്റി കോവൻട്രിയാണ്. ക്രിസ്റ്റി കോവൻട്രി. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി പ്രഖ്യാപിക്കപ്പെട്ടത് തോമസ് ബാക്ക് ആണ്. തോമസ് ബാക്ക്. അടുത്ത ചോദ്യം, ലോക ജലദിനം നമുക്കറിയാം, ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. മാർച്ച് 22. 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഹിമാനികളുടെ സംരക്ഷണമാണ് 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം. അടുത്ത ചോദ്യം, 2025 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം നടക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൻ്റെ ആ പേരാണ് വർണ്ണപ്പകിട്ട്. വർണ്ണപ്പകിട്ട് എന്താണ്? സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൻ്റെ പേരാണ് വർണ്ണപ്പകിട്ട്. അതേപോലെ ലോക കാലാവസ്ഥാ ദിനം എന്താണ്? മാർച്ച് 23. അടുത്ത ചോദ്യം, 2025 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? നേരത്തെയുള്ള മുന്നറിയിപ്പ്, വിടവ് ഒരുമിച്ച് അടയ്ക്കുക. നേരത്തെയുള്ള മുന്നറിയിപ്പ്, വിടവ് ഒരുമിച്ച് അടയ്ക്കുക. ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. ഇതാണ് 2025 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയാം. അടുത്ത ചോദ്യം, ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തുന്ന നാവിക അഭ്യാസത്തിൻ്റെ പേരെന്താണ്? വരുണ അല്ലേ? അതിൻ്റെ വേദി അറബിക്കടലാണ്. അറബിക്കടൽ. അപ്പോൾ വരുണ എന്ന പേര് ഓർക്കുക, അറബിക്കടൽ ഓർക്കുക. 23ാമത് തവണയാണ്. അടുത്തത്, 2025 മാർച്ചിൽ പുറത്തിറങ്ങിയ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 118ആണ്. അതേപോലെ അതുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1-ാം സ്ഥാനം ആർക്കാണ്? ഫിൻലാൻഡാണ്. നമ്മുടെ സ്ഥാനം 118ആണ്. തുടർച്ചയായി 8-ാം വർഷവും വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിലെ ഏത് രാജ്യമാണ്? ഫിൻലാൻഡാണ്. ഫിൻലാൻഡ്. അടുത്ത ചോദ്യം, 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയത്തിൻ്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകത്തിൻ്റെ പേരാണ് മാർച്ച് ഓഫ് ഗ്ലോറി. മാർച്ച് ഓഫ് ഗ്ലോറി. അപ്പം അതെന്തുമായി ബന്ധപ്പെട്ടതാണ്? 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയത്തിൻ്റെ 50-ാം വാർഷികത്തോട് അനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണേത്? മാർച്ച് ഓഫ് ഗ്ലോറി. അടുത്ത ചോദ്യം, കടകളിലെ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പരിശോധനയുടെ പേരാണെന്ത്? ഓപ്പറേഷൻ ഓയിൽ. അപ്പം ഭക്ഷ്യ എണ്ണയുടെ സുരക്ഷ അല്ലേ, അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശോധനയുടെ പേരാണത് ഓപ്പറേഷൻ ഓയിൽ. അടുത്ത ചോദ്യം, ആദിവാസി വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് അട്ടപ്പാടിയിൽ മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നതിന് വനം വകുപ്പിൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് വനാമൃതം. വനാമൃതം. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത 2ാമത്തെ സ്വകാര്യ പേടകമാണ് ഏതാണ്? ബ്ലൂ ഗോസ്റ്റ് പേടകം. ബ്ലൂ ഗോസ്റ്റ് പേടകം. അതുപോലെ ലാൻഡിംഗ് പൂർണ്ണ വിജയമായ ആദ്യത്തെ സ്വകാര്യ ലാൻഡറും ഇത് തന്നെയാണ്, ബ്ലൂ ഗോസ്റ്റ് ആണ്. അതേപോലെ അടുത്ത ചോദ്യം, കേരള പോലീസിൻ്റെ ഓൺലൈൻ സേവനങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഏതാണ്? പോൽ ആപ്പ്. പോൽ ആപ്പ് എന്നാണ് അതിൻ്റെ പേര്. അടുത്ത ചോദ്യം, ഇടശ്ശേരിക്കാറ്റ് എന്ന പുസ്തകം എഴുതിയതാരാണ്? KP രാമനുണ്ണിയാണ്. ഇടശ്ശേരിക്കാറ്റ് എന്ന പുസ്തകം എഴുതിയതാരാണ്? KP രാമനുണ്ണി. അതേപോലെ അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം ഏതാണ്? പാമ്പനാണ്. പാമ്പൻ പാലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം ഏതാണ്? പാമ്പൻ പാലമാണ്. അതേപോലെ
2025 മെയിൽ പ്രവർത്തനം നിർത്തുന്ന വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? സ്കൈപ്പാണ്. അപ്പോൾ സ്കൈപ്പിൻ്റെ പ്രവർത്തനം 2025 മെയ് മാസത്തോടെ എന്ത് ചെയ്തു? അവസാനിച്ചു. അടുത്ത ചോദ്യം, അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പുതിയ സൗരദൗത്യത്തിൻ്റെ പേരാണെന്ന്? പഞ്ചാണ്. പഞ്ച്. അമേരിക്കൻ ഏജൻസിയായ നാസയുടെ പുതിയ സൗരദൗത്യത്തിൻ്റെ പേര് പഞ്ച്. അടുത്തത്, സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റിലാണ് പഞ്ച് വിക്ഷേപിക്കുന്നത്. അപ്പോൾ ആ സ്പേസ് എക്സിൻ്റെ റോക്കറ്റിലാണ് എന്ത് ചെയ്യുന്നത്? നാസയുടെ പുതിയ ദൗത്യം നടപ്പിലാക്കുന്നത്. അടുത്ത ചോദ്യം, 2025 മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടക്കുന്ന അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും 286 ദിവസങ്ങൾക്ക് ശേഷം സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരികെ എത്തിച്ച പേടകത്തിൻ്റെ പേരാണെന്ത്? സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ ഫ്രീഡമാണ്. ക്രൂ ഡ്രാഗൺ ഫ്രീഡം. അതിൻ്റെ ഉടമസ്ഥരാണ് സ്പേസ് എക്സ് ആണ്. അതേപോലെ അടുത്ത ചോദ്യം, സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തിയത് 2025 മാർച്ച് 19-നാണ്. 2025 മാർച്ച് 19-ന്. അടുത്ത ചോദ്യം, ലോകത്ത് ഏറ്റവും മലിനമായ രാജ്യം ഏതാണ്? ചാഡാണ്. ചാഡ്. 2ാം സ്ഥാനം ബംഗ്ലാദേശ്, 3ാം സ്ഥാനം പാകിസ്ഥാൻ. ലോകത്ത് ഏറ്റവും മലിനമായ നഗരം ഏതാണ്? ബിർണിഹട്ടാണ്. മേഘാലയയിലെ ബിർണിഹട്ടാണ് ഏറ്റവും മലിനമായ നഗരം. 2ാമത്തെ നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്. അതേപോലെ ഏറ്റവും മലിനമായ രാജ്യതലസ്ഥാനം എന്നറിയപ്പെടുന്നതും ഏതാണ്? ന്യൂഡൽഹിയാണ്. കേരളത്തിലെ ലഹരി വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. അപ്പോൾ ലഹരി വ്യാപനം തടയാൻ വേണ്ടിയിട്ട് എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. അടുത്ത ചോദ്യം, 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ്. ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധിയധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി AI ഉപയോഗിച്ചിട്ട് ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക് ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, 2025 തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട റംസർ അവാർഡ് നേടിയത് ആരാണ്? ജയശ്രീ വെങ്കടേശ്വറാണ്. ജയശ്രീ വെങ്കടേശ്വർ. ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് 2025 വിജയിയാരൊക്കെയാണ്? ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് ബോധ്യമായാൽ വിവരം ഫോൺ വിളിച്ചോ വാട്സപ്പ് മുഖേനയോ എക്സൈസുമായി പങ്കുവയ്ക്കാൻ അവസരമൊരുക്കുന്ന പദ്ധതിയുടെ പേരാണത്? നേർവഴി പദ്ധതി. നേർവഴി പദ്ധതി. അടുത്ത ചോദ്യം, 30ാമത് UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന എവിടെയാണ്? ബെലോമാണ്. അത് ബ്രസീലിലാണ്. ബെലേം, ബ്രസീൽ. COP30 അല്ലേ? അടുത്ത ചോദ്യം, ജലാശയങ്ങളുടെ 500 മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാമ്പൂകളുടെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടകയാണ്. കേരളത്തിലെ ആദ്യ AI ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സുപാലേൺ. അതേപോലെ സ്വന്തമായി ഉപഗ്രഹം എന്ന ആശയം ബജറ്റിൽ അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ആസാം. സ്വന്തമായി ഉപഗ്രഹം എന്ന ആശയം ആദ്യമായി ബജറ്റിൽ അവതരിപ്പിച്ച സംസ്ഥാനമാണ് ആസാമാണ്. അതേപോലെ ബഹിരാകാശ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്പേസുമായി സഹകരിച്ച് ആസം സാറ്റ് എന്ന ഉപഗ്രഹം നിർമ്മിക്കാനാണ് അവരൊരുങ്ങുന്നത്. അപ്പോൾ ബഹിരാകാശ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഇൻസ്പേസുമായിട്ട് സഹകരിച്ചിട്ട് എന്ത് ചെയ്യുക? ആസാം സാറ്റ് എന്ന ഉപഗ്രഹം നിർമ്മിക്കാനാണ് ആസാം എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കി, ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15. 2025 ലോക ഉപഭോക്തൃ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? സുസ്ഥിര ജീവിതശൈലിയിലേക്കുള്ള ഒരു നീതിയുക്തമായ മാറ്റം. എ ജസ്റ്റ് ട്രാൻസ്. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റവരാണ്? മാർക്ക് കാർണിയാണ്. മാർക്ക് കാർണി. അടുത്ത ചോദ്യം, രാജസ്ഥാനിൽ നടക്കുന്ന ഇന്ത്യ ഈജിപ്ത് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് സൈക്ലോൺ. സൈക്സിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ്. ഇതാണ് 2025 തീം എന്ന് പറയുക. അടുത്തത്, ഗൂഗിളിന്റെ ഇന്ത്യയിലെ